അടുത്ത ഒരു ഡാൻസ് ആണ്. ഓക്കെ, എല്ലാം സെറ്റല്ലേ? നാളെ എടുത്തു. ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. ഭരതനാട്യം ടു മോഹിനിയാട്ടം. ഹലോ, നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി വന്നിരിക്കുന്നത്. ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഈ ഒരു ട്രെയിലറിന് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുണ്ട് നോക്കിയോ കേട്ടോ. എന്നാ സിനിമ എന്ന് പറ ആദ്യം. സിനിമ ഏതാണെന്നറിയോ? ഭരതനാട്യം ടു മോഹിനിയാട്ടം. ഷൈജു കുറുപ്പ് പ്രൊഡക്ഷനിൽ ഇറങ്ങുന്നതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. താഴെയുള്ള അനീച്ചർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ദൃശ്യം 4 ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു വീട്ടിൽ വന്ന പ്രശ്നം. സാറ്റ് കളിക്കാൻ ഞാൻ കൂടാ. അല്പനേരം നീണ്ട പിടിവലിയിൽ അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുന്നു. കൊലപാതകവും ഇവിടെ ഇട്ടോ. കൊലയാ. ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവിടെ കിടന്ന് ചീത്തയാവും. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികള്, ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ട്. ഇവിടെ ഭ്രാന്ത് മാറിയതല്ലേ? ഓടാ പറ്റി. നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. എന്റെ ദൈവമേ, അപ്പൊ ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിന് ധ്യാനത്തിന് പോണത്. ഇവനീ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു നോക്കും. അതൊക്കെ തുടക്കത്തിൽ വേറെ ലുക്കില്ലേ? എനിക്ക് മനസ്സിലായിട്ട് തന്നെ ഇല്ല. ഇതെങ്ങാനും പുറത്തറിഞ്ഞാലുണ്ടല്ലോ കുടുംബത്തോടെ കൊല്ലുന്ന എങ്ങനെയാണെന്നാണോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിൾ ആണ് ഫാമിലി. ഈ ക്ലൈമാക്സിൽ ജോർജ് കുട്ടിയും ഫാമിലി അകത്ത് പോണ വല്ലതുമാണ് മിക്കവാറും. അയ്യേ, ആ ജോർജ് കുട്ടിനെ ഒന്നതിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകൾക്കുണ്ടല്ലോ ഉപദ്രവം. ഇതാരാണ്? കൃഷ്ണദാസ് മുരളി. ഓ, ഓക്കെ. ഏപ്രിൽ 10 റിലീസ് കയ്യില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ശരി, പിന്നെ കാണാം. എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞ ദൃശ്യത്തിന്റെ ഒരു അത് കുറച്ച് നേരത്തെ ആ ഒരു കോൺവെർസേഷൻ മാത്രമേ ഉള്ളൂ. അത് ട്രെയിലറിൽ അത് യൂസ് ചെയ്തിരുന്നു മാത്രം. പക്ഷെ എന്തൊക്കെയോ ഒരു ഒന്നും പിടികിട്ടില്ല. ഇത് ട്രെയിലർ ആണോ ടീസർ ആണോ? ട്രെയിലർ ആണല്ലോ. സാധാരണ ടീസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പിടികിട്ടാറില്ല. ഇത് ട്രെയിലർ ആണ്. ഒരു ഫാമിലി ഡ്രാമയാണെന്ന് തോന്നുന്നു. ഫുൾ കോമഡി. മറ്റേ നമ്മള് ജഗബോഗ ടൈപ്പ് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങനെ കാസ്റ്റിംഗും അങ്ങനെ തന്നെ. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പണ്ടത്തെ എനിക്കൊന്ന് പണ്ടത്തെ ഞാൻ ഇതാക്കുന്നല്ല. പണ്ട് മറ്റേ പ്രിയദർശന്റെ ഒക്കെ കുറെ സിനിമയിൽ ഇങ്ങനെ ഇതുപോലെ കുറെ ആൾക്കാർ വന്നിട്ട് ലാസ്റ്റ് അടിപൊളി അതാവാറില്ല. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു. അതല്ലാണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. മൊത്തത്തില് എന്തൊക്കെയോ പോലെ. ഇത് നിങ്ങളെ സബ്സ്ക്രൈബർ പണിഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം. നല്ല നന്നായി വരും. അങ്ങനല്ല, ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തോണ്ടേ ഇനി നിങ്ങള് പറ. അപ്പോ ഏപ്രിൽ 10 ഇഷ്ടപ്പെട്ടത് ബേബി ജീന്റെ ആ കാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ മാതിരി ദൃശ്യത്തിന്റെ കുറച്ച് സ്പൂഫ് ഫാമിലി ഡ്രാമ ടൈപ്പ് ആയിരിക്കും, കോമഡി. നമുക്ക് ഏപ്രിൽ 10 സിനിമ പോയി കണ്ടിട്ടേ അതിന് ശേഷം ബാക്കി പറയാം. ബൈ. ബൈ.